നമസ്കാരം, ഞാൻ രവീന്ദ്രനാശൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതും തെക്കൻ കളരിപ്പയറ്റ് എന്ന മഹാ അത്ഭുതത്തെക്കുറിച്ച് തന്നെയാണ്. മുമ്പൊരു വീഡിയോയിൽ മറയേറ്റുക എന്ന ഒരു അടവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അത് ശ്രവിച്ച ധാരാളം ആൾക്കാർ അല്പം കൂടി അതേക്കുറിച്ച് വിശദീകരിക്കണം എന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് അല്പം വിശദീകരിച്ച് ഇപ്പോൾ പ്രഭാഷണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. തെക്കൻ കളരിവിദ്യയോടൊപ്പം സഞ്ചരിക്കുന്ന സിദ്ധ വൈദ്യത്തിൽ അനേകം മറകളുണ്ട്. അതുപോലെ തന്നെയാണ് തെക്കൻ സമ്പ്രദായത്തിലും അനേകം മറകളുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ, തെക്കൻ സമ്പ്രദായത്തിൽ 12 നിലയാണുള്ളത്. ഓരോ നിലയിലും 64 അടവ് വീതം ഉണ്ടായിരിക്കും. ഈ ഓരോ നിലയിലെ 64 അടവുകളിലും പുറമേ കാണുന്നത് കൂടാതെ അകപ്പൊരുൾ എന്നൊരു സംവിധാനം കൂടി ഉണ്ടായിരിക്കും. അകപ്പൊരുൾ. അതുപോലെ അനേകായിരം ഗൂഢവിദ്യകളും മറ പൊരുളുകളും തെക്കൻ കളരിപ്പയറ്റിലുണ്ട്. മറയേറ്റുക തുടങ്ങിയിട്ടുള്ള തെക്കൻ സമ്പ്രദായത്തിലെ വിദ്യകൾ അഭ്യസിക്കണമെങ്കിൽ ആദ്യം യോഗ്യനായ ഒരു ആശാനെ കണ്ടെത്തണം. പഠിക്കാൻ വരുന്ന ആൾ നിഷ്കളങ്കവും ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടിയ ആളുമായിരിക്കണം. അങ്ങനെ ഗുരുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒപ്പമാണ് ഇനിയുള്ള സഞ്ചാരം. ആദ്യം പരിശീലിക്കേണ്ടത് ശക്തി ഏകീകരണം എന്ന് പറഞ്ഞ ഒരു വിദ്യയാണ്. ശക്തി ഏകീകരണം ഗുരു പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതാദ്യം 1 മിനിറ്റ് തുടങ്ങണം. ഓരോ ദിവസവും ഓരോ മിനിറ്റ് വീതം കൂട്ടി 3 വർഷം ചെയ്യണം. അതിനുശേഷം അടുത്ത ദിവസം അതുപോലെ തന്നെ നിലനിന്നതിന് ശേഷം വീണ്ടും ഓരോ മിനിറ്റ് കുറച്ച് 1 മിനിറ്റിൽ അവസാനിപ്പിക്കണം. പിന്നീട് ഈ വിദ്യ നിലനിൽക്കാനായി 3 മിനിറ്റ് ദിവസവും ചെയ്യേണ്ടതാണ്. ഈ ശക്തി ഏകീകരണം എന്ന വിദ്യ നിങ്ങൾ പൂർത്തിയാക്കി ഗുരുവിന് തൃപ്തിയായി കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങളെ കവചം ധരിപ്പിക്കും. കവചധാരണം സംഭവിക്കും. കവചം 3 രീതിയിലാണുള്ളത്. അത് നിങ്ങൾക്ക് യോഗ്യമായിട്ടുള്ള കവചം ഏതാണെന്ന് ഗുരു തിരഞ്ഞെടുത്ത് നിങ്ങളെ ധരിപ്പിക്കുന്നതായിരിക്കും. അത് ധരിച്ചു കഴിഞ്ഞാൽ പിന്നീട് മാനസികവും ശാരീരികവുമായ ഒരു ആയുധം കൊണ്ടും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. അത്രയും നമ്മൾ ആ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നീട് ഗുരു നിങ്ങളെ പഠിപ്പിക്കുന്നത് അക്ഷരം എഴുതാനാണ്. 8 അക്ഷരമുണ്ട്. ഈ 8 അക്ഷരം എന്ന് പറയുന്നത് നമ്മുടെ കാൽവിരൽ, കൈവിരൽ, കണ്ണ്, ശരീരം ഇവ കൊണ്ടാണ് എഴുതി പരിശീലിക്കേണ്ടത്. പരിശീലിച്ചാൽ മാത്രം പോരാ, അത് തന്നിൽ ലയിപ്പിച്ച് താനായി നിൽക്കണം. അങ്ങനെ അതൊരു സിദ്ധിയാകണം. ആ സിദ്ധിയായി കഴിഞ്ഞാൽ അക്ഷരസിദ്ധി കിട്ടിക്കഴിഞ്ഞു. തുടർന്ന് മറയേറ്റുക എന്ന അടവ് ഗുരു നിങ്ങളെ പഠിപ്പിക്കും. ഈ മറയേറ്റുന്നതിന് തൊട്ട് മുമ്പായി ചേർന്ന് ഒട്ട് എന്ന് 2 മറപ്പൊരുളുകളുണ്ട്. ആ മറയേറ്റുക എന്ന് പറയുന്ന അടവ് 8 എണ്ണമാണ്. മറയേറ്റ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് മറയേറ്റുന്നതിന് 3 ശൈലിയിൽ മറയേറ്റാം. അവിടെയും നിങ്ങൾക്ക് യോഗ്യമായ ശൈലി ഏതാണെന്ന് ഗുരു തീരുമാനിക്കും. അങ്ങനെ ഗുരുവിൻ്റെ തീരുമാനമനുസരിച്ച് മറയേറ്റുക എന്ന് പറയുന്ന 8 അടവും പരിശീലിച്ച് സിദ്ധി നേടിക്കഴിഞ്ഞാൽ അടുത്ത് സൂക്ഷ്മ, സ്ഥൂല, സൂക്ഷ്മം എന്ന ഒരു അതിവിശിഷ്ടമായ അടവുണ്ട്. ഇതും മറപ്പൊരുളാണ്. ഇത് നിങ്ങളെ പഠിപ്പിക്കും. ഇങ്ങനെ പടിപ്പടിയായി അനേകം വിദ്യകൾ, മറകൾ തെക്കൻ കളരിപ്പയറ്റിലുണ്ട്.
ഈ വിദ്യകളെല്ലാം നിങ്ങളെ പഠിപ്പിക്കുകയും നിങ്ങൾക്ക് അതിൽ സിദ്ധി നേടാൻ അദ്ദേഹം നിങ്ങൾ സഹായിക്കുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ അപ്പോൾ എന്നെ ശ്രമിക്കുന്ന ഗുരുക്കന്മാരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾക്ക് പലർക്കും ഈ വിദ്യകൾ അറിയാമായിരിക്കും. അത് ദയവായി അടുത്ത തലമുറയ്ക്ക് നിങ്ങൾ പകർന്നു നൽകണം. നമ്മൾ ചെയ്യുന്ന കളരിപ്പയറ്റ് എന്നത് പുറംപൊരുളാണോ ചെയ്യുന്നത്, അകംപൊരുളാണോ ചെയ്യുന്നത് എന്ന് സ്വയം നമ്മൾ പരിശോധിച്ച് ബോധ്യപ്പെടേണ്ടതുമുണ്ട്. ഞാൻ പറഞ്ഞ ഈ വിദ്യകളൊന്നും തന്നെയും മന്ത്രവാദമോ തന്ത്രവാദമോ മാജിക്കോ അങ്ങനെയുള്ള ഒന്നുമല്ല. ഇത് തികച്ചും നമുക്ക് ഭൗതിക യാഥാർത്ഥ്യത്തിലൂന്നിയവും ശാസ്ത്രീയവുമാണ്. ഒരു യോഗ്യനായ ഗുരുവിൽ നിന്ന് നിങ്ങൾക്ക് ഈ വിദ്യകളെല്ലാം ലഭിക്കുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, യോഗ്യനായ ഗുരുവിനെ കണ്ടെത്തണം. അങ്ങനെ ഈ പുതിയ തലമുറകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അന്വേഷിക്കുക, വീണ്ടും വീണ്ടും അന്വേഷിക്കുക. നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. എന്തെന്നാൽ ഈ വിദ്യ നിങ്ങളുടെ അരികിൽ തന്നെയുണ്ട്. അതുകൊണ്ട് എല്ലാവരും അതിനായി ശ്രമിക്കണം. ഗുരുക്കന്മാർ അല്ലെങ്കിൽ ആശാന്മാർ ആത്മാർത്ഥമായി വിദ്യാർത്ഥികളെ ഇത്തരം വിദ്യകൾ കൂടി പഠിപ്പിക്കണം. ഇത്തരം വിദ്യകൾ പഠിച്ചാൽ മാത്രമേ നമ്മൾക്ക് മറ്റുള്ള ഏത് തരത്തിലുള്ള ആയോധന വിദ്യയും ജയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ വിദ്യ അറിയാമെന്നുള്ളവർ വിദ്യാർത്ഥികളെ പറഞ്ഞു കൊടുക്കണം.